Okay. Now, in module 1, we were talking about different types of payment materials. In module 2, it was basically bituminous mix design. Marshall method module 3 is all about construction of flexible payments. One class the different layers and the functions of different layers parameter. Our question actually module 1. I will continue with the construction of flexible payments. Okay. Construction you have to understand about the different categories of roads. Payment classify EH, NH, SH, MDR, VR classify. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? പോയോ? വൈറ്റ് സാർ, ഫുൾ വൈറ്റ് സാർ. നമ്മൾ നിങ്ങൾ T1 ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. T1 ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഉള്ള ടോപ്പിക്കാണ് റോഡ് എന്ന് പറഞ്ഞ കാറ്റഗറീസ് ഓഫ് റോഡ് അല്ലെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെയാ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് റോഡ്? ചോദ്യം കേട്ടായിരുന്നോ? അരിജിത്തെ ചോദ്യം കേട്ടോ? ഹലോ സാറേ, കാറ്റഗറീസ് ഓഫ് റോഡ് ആണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് അല്ലെ കാറ്റഗറീസ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊഡ്യൂൾ 1 പഠിച്ചിട്ടുണ്ടാവും. T1 ഈ NH, SH അങ്ങനെ കൺസിഡർ ചെയ്യുന്നു. അത് തന്നെ. അപ്പൊ അതിനൊരു പേരും പറയുമായിരുന്നു. അതായത് ഒരു 5 year പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? നാഗ്പൂർ റോഡ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാ നാഗ്പൂർ റോഡ് പ്ലാനും? സഹായിച്ചവനെ ലക്നൗ റോഡ് പ്ലാൻ. നാഗ്പൂർ റോഡ് പ്ലാനും ലക്നൗ റോഡ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ പല റോഡ് പ്ലാൻ ഉണ്ട്. അതൊക്കെ ബേസിക്കലി ഒരു 5 year പ്ലാൻ ആണ്. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. ഒരു 5 year പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു റോഡ് 1 വർഷം വെച്ച് പണിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ലോങ്ങർ ഡ്യൂറേഷൻ എടുത്ത് അങ്ങനെ ഒരു വലിയ ബിഗർ പ്ലാനിൽ കൂടെ പണിയുന്നത്. എനിവേ, ഞാൻ പറഞ്ഞു തന്നതൊന്നുമല്ല. ഈ നാഗ്പൂർ റോഡ് പ്ലാൻ അനുസരിച്ചാണെങ്കിലും ലക്നൗ റോഡ് പ്ലാൻ അനുസരിച്ചാണെങ്കിലും ബേസിക്കലി റോഡിന് പല പല കാറ്റഗറി ഉണ്ട്. ഏതായിരിക്കും ഏറ്റവും ഹയർ ക്ലാസ് എന്ന് പറയുന്നത്? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് EH, NH. EH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? EH എക്സ്പ്രസ് ഹൈവേ, NH നാഷണൽ ഹൈവേ, SH എന്ന് പറഞ്ഞാൽ SH എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ, MDR എന്ന് പറഞ്ഞാൽ മേജർ ഡിസ്ട്രിക്ട് റോഡ്, VR എന്ന് പറഞ്ഞാൽ VR വില്ലേജ് റോഡ്, ചിലപ്പം അതർ ഡിസ്ട്രിക്ട് റോഡ്, ODR എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ജനറൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞെന്നുള്ളതുകൊണ്ട്. ഇനി പ്രധാനമായിട്ടും ഇവിടെ എന്തായിരിക്കും ഈ റോഡുകളിലൊക്കെ വ്യത്യാസം എന്തായിരിക്കും? അല്ലെങ്കിൽ ഡീപ്പറായിട്ടൊന്നും പോകണ്ട, നമുക്ക് ജനറലി മനസ്സിലാകുന്ന ഒരു ഏറ്റവും ഹയർ ആയിട്ടുള്ള നാഷണൽ ഹൈവേയും ഒരു വില്ലേജ് റോഡും എടുത്തു കഴിഞ്ഞാൽ അതിന് വ്യത്യാസം എന്തായിരിക്കും? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ട്രാഫിക്. നാഷണൽ ഹൈവേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ത്രൂ ട്രാഫിക് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റർ ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റർ ആക്സസ്. അപ്പം ഒരു നാഷണൽ ഹൈവേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തോന്നുന്ന സ്ഥലത്ത് നിന്ന് നാഷണൽ ഹൈവേ കയറാൻ പറ്റുമോ? ചില നാഷണൽ ഹൈവേയിൽ പറ്റും. നമ്മുടെ ഇപ്പം കോട്ടയം കുമളി റോഡൊക്കെ ആണെങ്കിൽ അതിൻ്റെതൊക്കെ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇല്ല. പക്ഷെ ഒരു നല്ല നാഷണൽ ഹൈവേ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ അങ്കമാലി തൃശ്ശൂരൊക്കെ പോകുന്ന നാഷണൽ ഹൈവേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ റോഡിന് നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും ആക്സസ് ഉണ്ടോ? റോഡ് കാണുമല്ലേ സൈഡിൽ കൂടെ? അത് തന്നെ. കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ നാഷണൽ ഹൈവേയുടെ എല്ലാ പോയിന്റിലും ആക്സസ് ഉണ്ടാവത്തില്ല. ഒരു സർവീസ് റോഡ് കാണും. ആ സർവീസ് റോഡിൽ കയറിയിട്ട് മാത്രമേ ചില പോയിന്റിൽ കൂടെ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ റോഡിൽ കൂടെ പോകുന്ന വണ്ടിക്ക് ഒരു 80 അല്ലെങ്കിൽ 100 km/h ട്രാവൽ ചെയ്യണം. അപ്പോൾ ഒരു ത്രൂ ട്രാഫിക്, ഒരു പ്രോപ്പർ സ്പീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് എത്താനുള്ള ഒരു ഉദ്ദേശമാണ് നാഷണൽ ഹൈവേക്ക് ഉള്ളത്. അതേസമയം വില്ലേജ് റോഡിന്റെ ഉദ്ദേശം അതാണോ?
വില്ലേജ് റോഡിൽ കൂടെ ഏറ്റവും സ്പീഡിൽ പോകണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ആണോ? അല്ല. വില്ലേജ് റോഡിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ആക്സസ് ആണ്. അതായത് നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെയും പറമ്പിലോട്ടും വീട്ടിലോട്ടും എത്തിക്കാനുള്ള ഒരു ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് വില്ലേജ് റോഡിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വില്ലേജ് റോഡിനും നാഷണൽ ഹൈവേക്കും ഒരേ സ്പീഡ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരേ ഡിസൈൻ സ്പീഡ് ആയിരിക്കുമോ? തീർച്ചയായിട്ടും അല്ല, അല്ലെ? നാഷണൽ ഹൈവേക്ക് ചിലപ്പോൾ ഒരു 80-100 വരുമ്പോൾ വില്ലേജ് റോഡിന് ഒരു 30-40 ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ സബ്ജക്ട് പേയ്മെന്റ് കൺസ്ട്രക്ഷൻ ടേംസിൽ പറയുമ്പോൾ നമുക്കതല്ല സിഗ്നിഫിക്കൻസ്. നമ്മുടെ സിഗ്നിഫിക്കൻസ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള മാറ്റേഴ്സിലാണ്. ഒരു വില്ലേജ് റോഡ് പണിയുന്ന പോലെ ആയിരിക്കും നാഷണൽ ഹൈവേ പണിയുന്നേ? ആയിരിക്കുമോ? അല്ല. അല്ല. തീർച്ചയായിട്ടും തിക്നെസ് ആയാലും മെറ്റീരിയൽ ആയാലും എക്യുപ്മെന്റ് ആയാലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വില്ലേജ് റോഡ് പണിയാനായിട്ട് ഒരു പക്ഷെ നമുക്കൊരു 5 to 10 lakhs മതി പെർ കിലോമീറ്റർ കേട്ടോ. ഒരു കിലോമീറ്റർ ഓഫ് വില്ലേജ് റോഡ് പണിയാനായിട്ട് ഒരു 5 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെ ഉണ്ട് എനിക്ക് പറ്റും. അതേസമയം ഒരു ഡിവൈഡഡ് ഹൈവേ, ഒരു നാഷണൽ ഹൈവേ പണിയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 തൊട്ട് 10 കോടി വരെയാവും. അപ്പൊ എത്ര ഇരട്ടിയാ ഒരു വില്ലേജ് റോഡ് പണിയുന്നതിന്? എത്ര ഇരട്ടിയാ ഒരു നാഷണൽ ഹൈവേ പണിയാനാ വേണ്ടേ? എത്രയായിരിക്കും? എത്രയാ? 10 ഇരട്ടിയാണോ? പത്തിരട്ടിയാണോ? ഒരു വില്ലേജ് റോഡ് 1 കിലോമീറ്റർ പണിയുന്നതിന്റെ 10 ഇരട്ടി എടുക്കുവോ നാഷണൽ ഹൈവേ പണിയാൻ? എത്ര? കൃത്യം പറയും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചാണ് എത്ര വരും? 5 തൊട്ട് 10 ലക്ഷം വരെ, 5 തൊട്ട് 10 കോടി വരെ. അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര ഇരട്ടി വരും? ഒരു 100 ഇരട്ടി വരുമായിരിക്കും. 100 ഇരട്ടി ഏകദേശം വരും. അപ്പൊ അതാണ് അതിനകത്തെ വ്യത്യാസം. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ബെനിഫിറ്റ്സ് പല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ആകെ ഒന്നിന്റെ കാര്യം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ ഒരു നാഷണൽ ഹൈവേ പണിയുവാണെങ്കിൽ, നാഷണൽ ഹൈവേ പണിതിട്ട് ഒരു ടോൾ ബൂത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഭയങ്കര ഇൻകം ആണ്. അത് കൂടാതെ നമ്മുടെ വണ്ടിയുടെ വെയർ ആൻഡ് ടയർ കുറയും. നമുക്ക് ചില ഗുഡ്സുകൾ കുറെ ദൂരത്ത് എത്തിക്കാൻ പറ്റും. നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും. കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്സ്. നാഷണൽ ഹൈവേ പണിതാൽ അവിടുന്ന് കിട്ടുന്നത് കൂടുതലായിട്ടും എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. അതേസമയം ഒരു വില്ലേജ് റോഡ് പണിതാൽ കിട്ടുന്നത് എക്കണോമിക് ബെനിഫിറ്റ്സ് അല്ല, സോഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. അതായത് ആ സ്ഥലത്തെ ആളുകൾക്ക് കൂടുതൽ ആക്സസ് കിട്ടും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു അഗ്രികൾച്ചറൽ ഏരിയ ആണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങോട്ട് ഫെർട്ടിലൈസർ എത്തിക്കാൻ എളുപ്പമായിരിക്കും. ആ സ്ഥലത്തിന് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അവരുടെ ആൾക്കാർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടാവും. അങ്ങനെ കമ്മ്യൂണിറ്റിയാണ് ഡെവലപ്പ് വരുന്നത്. അപ്പൊ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മെജോറിറ്റിയും എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്. നമുക്ക് പൈസ ലാഭം ഉണ്ടാകുന്നത്. അതേസമയം ഒരു വില്ലേജ് റോഡ് പണിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതലും സൊസൈറ്റൽ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ. അനദർ തിങ് ഇസ് ദാറ്റ് ഏത് കൈൻഡ് ഓഫ് റോഡിൽ കൂടി ആയിരിക്കും ഏറ്റവും കൂടുതൽ വെഹിക്കിൾസ് പോകുന്നത്? ഒരു നാഷണൽ ഹൈവേ ആയിരിക്കുമോ അതോ ഒരു വില്ലേജ് റോഡ്സിലായിരിക്കോ കൂടുതൽ വെഹിക്കിൾസ് പോകുന്നേ? ഏതായിരിക്കും? തീർച്ചയായിട്ടും കൂടുതൽ വെഹിക്കിൾസ് പോകുന്നതും കൂടുതൽ വെഹിക്കിൾസിന് പ്രയോജനം ഉണ്ടാകുന്നതും നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിലായിരിക്കും. അതേസമയം വില്ലേജ് റോഡ്സ് ഡെവലപ്പ് ചെയ്താൽ കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതിന് ലോക്കൽ ആയിട്ടുള്ള താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത് ഒരു വില്ലേജ് റോഡ് ഡെവലപ്മെന്റിലായിരിക്കും. ഇനി എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ഫണ്ടേ കാണത്തുള്ളൂ അല്ലെ? ഇപ്പൊ നിങ്ങൾ കേന്ദ്ര ബഡ്ജറ്റ് കേൾക്കുമ്പോൾ മേ ബി ഒരു 1 lakh crore, ഒരു 50 crore എപ്പോഴും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് അലോട്ട് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ഒരുപാട് റോഡുകൾ നശിച്ചുപോയി. അതിന് നമുക്ക് കേരളത്തിന് മാത്രം വേൾഡ് ബാങ്ക് ഫണ്ട് ചെയ്തത് 1000 കോടിയാണ്. 1000 കോടി രൂപ കേരളത്തിന് കിട്ടിയത്. ഒരു നാഷണൽ ഹൈവേ ഒക്കെ ആകുമ്പോൾ 1,00,000 crore ഒക്കെ ആയിരിക്കും. ഒത്തിരി വലിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എനിവേ ദാറ്റ് എമൗണ്ട് ഇസ് ഫിക്സ്ഡ്. Now the question is it advisable to invest on national highways or on village roads? ഏതായിരിക്കും ബെറ്റർ? വില്ലേജ് റോഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ നാഷണൽ ഹൈവേയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ചോദ്യം മനസ്സിലായോ? രണ്ടും വേണം അല്ലെ? പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, a well-maintained road network within the village
will encourage people to live comfortably at their hometown. And this will eventually help to reduce the overcrowding seen in the city region. ഇപ്പോൾ നമ്മുടെ ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും വലിയ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു അല്ലെ. കുറെ പേർക്ക് വർക്ക് ഫ്രം ഹോം പ്രയോജനം ചെയ്യുന്നവരുണ്ട്, പ്രശ്നമുള്ളവരും ഉണ്ട്. ഇതിന് കുറെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോ നമ്മളൊരു നല്ല വില്ലേജ് റോഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇമാജിൻ ഒരാള് ഒരിടത്ത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഹി ഹാസ് എൻ ഓഫീസ് ആൻഡ് ഈസ് ലിവിങ് വിത്തിൻ ദ ടൗൺ ഏരിയ വിച്ച് ഇസ് നിയർലി 5 കിലോമീറ്റർ. ഓഫീസിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ള അടുത്തുള്ള അദ്ദേഹത്തിന്റെ ടൗണിലെ വീട്ടിൽ താമസിക്കുക. സപ്പോസ് ഹി ഹാസ് എ ഹൗസ് വിച്ച് ഇസ് 30 or 40 കിലോമീറ്റേഴ്സ്, ഒരു 40 കിലോമീറ്റർ അകലെ അയാൾക്കൊരു വീടുണ്ട്. ഈ റോഡ് നെറ്റ്വർക്ക് നല്ലതാണെങ്കിൽ, ഇത് സ്വന്തം വീടാണെന്ന് വിചാരിക്കുക, 40 കിലോമീറ്റർ അകലെ അയാളുടെ സ്വന്തം വീടാണ്, 5 കിലോമീറ്റർ അയാൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഈ 40 കിലോമീറ്റർ റോഡ് നെറ്റ്വർക്ക് നല്ലതാണെങ്കിൽ അയാൾ എവിടെ താമസിക്കുമായിരിക്കും? എവിടെ താമസിക്കും? അജിത്തിന്റെ അഭിപ്രായത്തിൽ എവിടെ താമസിക്കും? അതിപ്പോ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ സാറേ. തീർച്ചയായിട്ടും. അജിത്തിന്റെ അഭിപ്രായം വന്നാൽ മതി. നമുക്ക് നാട്ടിൽ കിടക്കുന്നതായിരിക്കും ഇഷ്ടം, വീട്ടുകാരുടെ. പക്ഷെ എന്റെ കണക്കുകളിൽ ഒരു 70% ആൾക്കാർക്കും നാട്ടിൽ നിൽക്കുന്ന ഇഷ്ടം. എന്തെങ്കിലും നിവൃത്തിയുള്ള നാട്ടിൽ നിൽക്കാന്ന് വിചാരിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇതുപോലെ നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ ഈ 40 കിലോമീറ്റർ നന്നായിട്ട് പണിയുവാണെങ്കിൽ ഒരു പക്ഷെ 30 മിനിറ്റ് കൊണ്ട് 40 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും അല്ലെ. ഒരിക്കലും ഒരാള് ഒരു 1 അവർ കൂടുതൽ ട്രാവലിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ജോലി സ്ഥലത്തോട്ട് ഒരു മണിക്കൂർ കൂടുതൽ യാത്ര ഉണ്ടെങ്കിൽ നമ്മളത് പ്രിഫർ ചെയ്യത്തില്ല. നമ്മൾ അടുത്ത വഴിയിൽ താമസിക്കാൻ നോക്കും. 1 അവർ താഴെയാണെങ്കിൽ നമുക്കത് ആക്സസബിൾ ആണ് അല്ലെങ്കിൽ അഫോർഡബിൾ ആണ്. അപ്പോൾ വില്ലേജ് റോഡ്സ് നല്ലതാക്കി കഴിഞ്ഞാൽ ഈ ഒത്തിരി നമ്മൾ ചിന്തിക്കാത്ത കുറെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് ഈ ടൗണിലുള്ള ഈ കൺജഷൻ, പൊല്യൂഷൻ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. ആളുകൾ ഹോം ടൗണിൽ താമസിക്കാനായിട്ട് പ്രിഫർ ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ റോഡ് ഡെവലപ്മെന്റിന്റെ ഒരുപാട് അഡ്വാൻറ്റേജസ്. അതൊക്കെയാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ. ഓരോ റോഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴും എക്കണോമിക് ബെനിഫിറ്റ്സ്, സോഷ്യൽ ബെനിഫിറ്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് സബ്ഗ്രേഡ്. അതായത് നമ്മൾ ഇനിയും ഒന്നേ തുടങ്ങാൻ പോവാം. നമ്മൾ ഡിഫറെന്റ് ലേയേഴ്സ് പറഞ്ഞു. ഒന്നിലൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ലേയേഴ്സ്? ഒരു റോഡിന്റെ ഡിഫറെന്റ് ലേയേഴ്സ് ഏതൊക്കെയാ? സബ്ഗ്രേഡ്, സബ്ഗ്രേഡ്, സബ് ബേസ്, ബേസ് കോഴ്സ്, സർഫസ് കോഴ്സ്. ഇതാണ് നമ്മുടെ 4 ലേയേഴ്സ്. ഓക്കെ, ഈ മൊഡ്യൂൾ അതായത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് സംസാരിക്കും. നമ്മൾ ഈ പറയുന്നത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് കേസാണ്. റിജിഡ് പേയ്മെന്റ് എന്നുള്ളത് നമ്മുടെ അടുത്ത മൊഡ്യൂളാണ്. മൊഡ്യൂൾ 4 നമ്മൾ റിജിഡ് പേയ്മെന്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ പ്രിപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. Now we'll start from subgrade. Subgrade നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. Now we know what is subgrade. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. The subgrade is the compacted soil layer that forms the foundation of the payment system. It is also known as the formation level. Okay. റോഡിന്റെ ഫോർമേഷൻ ലെവൽ എന്ന് പറയുന്നതാണ് സബ്ഗ്രേഡ് വരുന്നത്. ഈ സബ്ഗ്രേഡ് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, യുവർ സബ്ഗ്രേഡ് ഷുഡ് ബി അബവ് ദി HFL. എല്ലാ കോഡുകളിലും പറയുന്ന കാര്യമാണ് സബ്ഗ്രേഡ്, ടോപ്പ് ഓഫ് സബ്ഗ്രേഡ്, സബ്ഗ്രേഡിന്റെ ഏറ്റവും മുകൾ വശം ഷുഡ് ബി വെൽ അബവ് യുവർ HFL. HFL എന്ന് നമുക്കറിയാം. എന്താ HFL എന്ന് പറഞ്ഞാൽ? HFL ഹൈ ഫ്ലഡ് ലെവൽ. ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന എവിടെയാണോ അതിന് മുകളിൽ നിൽക്കണം എന്നാണ് പറയാറുള്ളത്. സബ്ഗ്രേഡ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്ഗ്രേഡ് പണിയാണെങ്കിൽ അതിന് മിനിമം 5% CBR വേണം. CBR എന്ന് പറഞ്ഞതായിരുന്നു CBR എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ. കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ മിനിമം 5% CBR വേണം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചായിരുന്നു. പഠിച്ചപ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിന്റെ വാല്യൂ കൂടുന്നതാണ് നല്ലത്, കുറയുന്നതാണ് നല്ലത്? CBR വാല്യൂ കൂടുന്നതാണ് നല്ലത്, കുറയുന്നതാണ് നല്ലത്? CBR എന്ന് പറഞ്ഞാൽ ആക്ച്വലി റെസിസ്റ്റൻസ് ടു പെനിട്രേഷൻ ആണ്. നമ്മളൊരു സോയിലിലേക്ക് ഒരു സാധനം പെനിട്രേറ്റ് ചെയ്യുമ്പോൾ അതിനോട് കാണിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് CBR. അപ്പോൾ CBR വാല്യൂ കുറയുന്നതാണ് നല്ലത്, കൂടുന്നതാണ് നല്ലത്? തീർച്ചയായിട്ടും കൂടുന്നതല്ല. കാര്യം റെസിസ്റ്റൻസ് കൂടണം. പക്ഷെ നമ്മൾ മിക്കപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ റോഡ് പണിയുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ 5 താഴെ ആയിരിക്കും.
ഒട്ടുമിക്ക എല്ലാ റോഡിന്റെയും CBR വാല്യൂ 5 താഴെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളിപ്പം കുറെ തിയറി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പോ ആക്ച്വൽ കേസ് എടുക്കുക. ആക്ച്വൽ കേസിൽ നമ്മൾ റോഡ് പണിയേണ്ട അവസ്ഥ വന്നു, അവിടെ പോയി CBR നോക്കിയപ്പോൾ 3% ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എഞ്ചിനീയേഴ്സ് എപ്പോഴും ഫേസ് ചെയ്യേണ്ടത് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ആണ്. നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള 5% CBR മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ? ജോയലെ, എന്തായിരിക്കും ഓപ്ഷൻ ഉള്ളത്? ഞാൻ ആ സോയിൽ കളക്ട് ചെയ്ത് ലാബിൽ കൊണ്ട CBR നോക്കിയപ്പോൾ എനിക്ക് ആ 3% CBR ഉള്ളൂ. ഇതിനപ്പോ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? സാർ ഒന്നില്ലെങ്കിൽ സോയിൽ പുറത്തു നടക്കണം, അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് എല്ലാം നോക്കണം. കറക്റ്റ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ. അതായത് സോയിൽ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് സോയിൽ ഇറക്കാം. കറക്റ്റാണ് പറഞ്ഞത്. സോയിൽ വളരെ മോശമാണെങ്കിൽ അത് എക്സ്കവേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുറത്തേക്ക് സോയിൽ ഇറക്കാം. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അഫെയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി സോയിൽ സ്റ്റെബിലൈസേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്. യു ഷുഡ് തിങ്ക് അബൌട്ട് സോയിൽ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അപ്പോൾ സോയിൽ സ്റ്റെബിലൈസേഷനിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ആക്ച്വലി ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സബ്ഗ്രേഡ് എന്നാണ്. ഗൈഡ് ലൈൻ നമ്മൾ ഓരോ കാര്യങ്ങളും എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൂടെ ചിന്തിക്കണം. അതായത് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വരാൻ പോകുന്ന ചോദ്യം, എന്താണ് ഒരു സബ്ഗ്രേഡ് പണിയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ്? യു ഷുഡ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, നമുക്ക് IRC 37 എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഒരു പേര് വളരെ കൃത്യമായിട്ട് ഓർക്കണം. IRC 37 എന്ന് പറഞ്ഞാൽ IRC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IRC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. അതായത് ഒരു റോഡ് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ IRC-യിലാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇത് IRC 1 തൊട്ട് ഒരു 150 വരെ കാണും. 150 എണ്ണം ഉണ്ട്. ചിലത് റിജിഡ് പേയ്മെന്റ് ആണ്, ചിലത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണ്, ചിലത് ഇമൽഷൻ യൂസ് പേയ്മെന്റ് ആണ്, ചിലത് ലോ ബോർഡിംഗ് റോഡ്സ് പണിയാണ്, ചിലത് കോൺക്രീറ്റ് പേയ്മെന്റ് പണിയാണ്. അങ്ങനെ ഓരോരോ കൺസ്ട്രക്ഷനും ഇതേപോലെ IRC കുറെ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതില് നമുക്ക് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്ന രണ്ട് സാധനമാണ് IRC 37-ഉം IRC 58. ഫ്ലെക്സിബിൾ പേയ്മെന്റിനുള്ള കോഡാണ് IRC 37 എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ പേയ്മെന്റിന്, 58 എന്നുള്ളത് റിജിഡ് പേയ്മെന്റ്. 58 നമുക്ക് അടുത്ത മൊഡ്യൂളിൽ അതിനെപ്പറ്റി സംസാരിക്കാം. തൽക്കാലം 52 നിൽക്കട്ടെ. അപ്പൊ IRC 37 എന്നുള്ള സാധനമാണ് ഇന്ത്യയിൽ ഒരു ഫ്ലെക്സിബിൾ പേയ്മെന്റ് പണിയുമ്പോൾ നമുക്ക് തരുന്ന റെക്കമെൻഡേഷൻസ് എല്ലാം ഉള്ളത് IRC 37 ആണ്. അതിന്റെ ലേറ്റസ്റ്റ് റിവിഷൻ ആണ് 2018. അതിന് മുന്നേ 2012 ഉണ്ട്, 2001 ഉണ്ട്. നിലവിൽ ഇന്ത്യയിൽ റോഡ് പണിയുന്നത് IRC 37 2018 സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ടാക്കുന്നതെന്ന്. സപ്പോസ് ഒരു റോഡ് പണിത് അത് ഫെയിൽ ആയി പോയി, കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് പണിതിട്ടും അത് ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിനെ സേഫ് ഗാർഡ് ചെയ്യാനാണ് ഈ പറഞ്ഞ കോഡുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ IRC 37 2018 പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. IRC 37 2018 പ്രകാരം ഈ സബ്ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അവിടുത്തെ എക്സിസ്റ്റിംഗ് സോയിലാണെന്ന്. പക്ഷെ പ്രശ്നമുണ്ട്, ആ എക്സിസ്റ്റിംഗ് സോയിലിന് എത്ര തിക്നെസ് ഉണ്ടാകും? What is the thickness of the soil at the place where you're going to construct a pavement? എത്രയായിരിക്കും? അൻസു, നമ്മൾ റോഡ് പണിയാൻ പോകുന്ന വിചാരിക്കുക, ആ സ്ഥലത്തെ സോയിലിന് എത്ര തിക്നെസ് ഉണ്ടാവും? താഴോട്ടുണ്ടല്ലോ. താഴോട്ട് എവിടം വരെ ഉണ്ട്? ഒരു 30 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ. അവിടെയാണ് പ്രശ്നം. 30 സെന്റിമീറ്ററും 50 സെന്റിമീറ്ററും കഴിഞ്ഞും താഴോട്ട് സോയിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ആക്ച്വലി ഇൻഫിനിറ്റ് എന്നാണ് പറയുന്നത്. എ സബ്ഗ്രേഡ് സോയിൽ ഇസ് ആക്ച്വലി ഇൻഫിനിറ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, അതുപോലെ ഇൻഫിനിറ്റ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. താഴോട്ട് എവിടെ വരെ വേണമെങ്കിലും പോവാം. അപ്പൊ നമുക്ക് ഒരു സബ്ഗ്രേഡ് സോയിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോയിൽ ലെയർ കളക്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം നമ്മുടെ വീട്ടിലൊക്കെ കിണർ കുത്താൻ വിചാരിക്കുക. കിണർ കുത്തുമ്പോൾ നോക്കിയാൽ മതി, ഈ സോയിലിന് ഇപ്പൊ നമ്മളിപ്പോ ഒരു 10 മീറ്ററിന്റെ താഴെ കിണർ കുത്തുവാണെങ്കിൽ ഈ 10 മീറ്ററിലും ഒരേ സോയിൽ ആയിരിക്കുമോ? ഒരിക്കലും അല്ല അല്ലേ? ഒരിക്കലും അല്ല. അപ്പൊ ആദ്യം കുറച്ച് സാൻഡ് ആയിരിക്കും, കുറച്ച് ക്ലേ ആയിരിക്കും, അങ്ങനെ മാറി വരും. അപ്പോൾ ഇതിൽ ഏത് സോയിൽ എടുത്തിട്ടാണ് നമ്മൾ സബ്ഗ്രേഡ് സോയിൽ എന്ന് വിളിക്കണ്ടേ? ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ട് IRC 37 പറയുന്നുണ്ട്, നമ്മൾ റോഡ് പണിയുന്നതിന്റെ ആ പോയിന്റിൽ നിന്ന് താഴോട്ടുള്ള
ടോപ്പ് 500 മില്ലിമീറ്റർ അല്ലെങ്കിൽ ടോപ്പ് 50 സെന്റിമീറ്ററാണ് നമ്മൾ സബ്ഗ്രേഡ് സോയിൽ ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് CBR ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് കളക്ട് ദ സോയിൽ ഫ്രം ദാറ്റ് 50 സെന്റിമീറ്റർ. അപ്പൊ സബ്ഗ്രേഡ് സോയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സോയിൽ ഇൻഫിനിറ്റ് ആണ്. അതിന്റെ ടോപ്പ് 50 സെന്റിമീറ്ററിനെയാണ് നമ്മൾ സബ്ഗ്രേഡ് സോയിൽ എന്ന് വിളിക്കുന്നത്. ഇനി സബ്ഗ്രേഡ് സോയിൽ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, സബ്ഗ്രേഡ് ഷുഡ് ബി കോമ്പാക്റ്റഡ് ടു എ മിനിമം ഓഫ് 97% ഓഫ് MDD. ഒന്ന് എഴുതി പോണേ. Subgrade should be compacted to a minimum of 97% of MDD corresponding to OMC. അപ്പൊ എന്റെ ചോദ്യം, what is MDD, what is OMC? എന്താ MDD എന്ന് പറഞ്ഞാൽ? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. OMC എന്ന് പറഞ്ഞാൽ Optimum moisture content. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ ഫിസിക്കൽ മീനിങ് എന്താ? വാട്ട് ഇസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് MDD? എന്തായിരിക്കും MDD എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥം എന്താണ്? അത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇന്ന്? വോയിഡ്സ് പരമാവധി ഇല്ലാതെ കറക്റ്റ് ആണ്. ഒരു സോയിലിൽ നമുക്ക് പരമാവധി എവിടെ വരെ കോമ്പാക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു 0 വാട്ടർ കണ്ടന്റിലും പറ്റത്തില്ല, ഒരു കൂടിയ വാട്ടർ കണ്ടന്റിലും പറ്റത്തില്ല. എപ്പോഴും ഒരു ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് ഉണ്ട് നമുക്ക് മാക്സിമം കോമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സാധാരണ ഇതിൽ സോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 1 മീറ്റർ ക്യൂബിന്റെ പാത്രമാണെങ്കിൽ ഒരു 1 മീറ്റർ ക്യൂബിൽ എനിക്കൊരു 1800 കിലോഗ്രാം വരെയൊക്കെ അടിച്ചു കയറ്റാൻ പറ്റും. ഒരു 1 മീറ്റർ ക്യൂബിന്റെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് എനിക്ക് 1800 കിലോഗ്രാം സോയിൽ വരെ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ റോഡ് പണിയുമ്പോൾ അല്ല സബ്ഗ്രേഡ് പണിയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, I should be able to compact my soil at the road to at least 97% of MDD. അതായത് ആ റോഡ് പണിയുന്ന സമയത്ത് അല്ലെ സബ്ഗ്രേഡ് പണിത് കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 97% of MDD. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ 97/100 ഇൻറ്റു 1800. ഇത് എത്രയാണോ ഇത്രയും കിലോഗ്രാം അല്ലെ ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി എനിക്ക് ഫീൽഡിൽ കിട്ടണം. ഓക്കെ, 100% വേണം നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ബട്ട് വി ഷുഡ് ഹാവ് ടു അഷ്യൂർ ദാറ്റ് ഐ എം ഗെറ്റിംഗ് 97% ഓഫ് MDD. ഈ ഡെൻസിറ്റി ചെക്ക് ചെയ്യാൻ, ഫീൽഡിൽ ഡെൻസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നിങ്ങളത് GTയിൽ കേട്ടിട്ടുണ്ടോ? സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് കേട്ടിട്ടുണ്ടോ? സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ഹലോ, ഇല്ല, ഉണ്ടോ? ഉണ്ടാകുന്നുണ്ട്, ഇല്ല 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 സാറേ, ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ല. വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, വിട്ടേ കുഴപ്പമില്ല. അത് GT നിങ്ങൾ പഠിക്കും, അല്ല നമ്മൾ ലാബിലാണെങ്കിലും പഠിക്കാവുന്ന കാര്യമാണ്. അപ്പം ഫീൽഡ് ഡെൻസിറ്റി നോക്കാൻ ഇങ്ങനെ ടെസ്റ്റ് ഉണ്ട്, അത്രയും മനസ്സിലാക്കുക. നമ്മുടെ ഫീൽഡിൽ ടെസ്റ്റ് നോക്കാനായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. അത് പിന്നീട് ലാസ്റ്റ് ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ GTയിലും ട്രാൻസ്പോർട്ടേഷനിലും പഠിക്കുന്നില്ലെങ്കിൽ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. അപ്പൊ അതിൽ നമുക്ക് റോഡ് പണിയുമ്പോൾ അവിടെ ആക്ച്വലി കിട്ടുന്ന ഡെൻസിറ്റി അറിയാൻ പറ്റും. ആൻഡ് ദാറ്റ് ഡെൻസിറ്റി ഷുഡ് ബി 97% ഓഫ് MDD. ഈ 97ലും കൂടിപ്പോയ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. എത്ര കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫീൽഡിൽ എൻഷുർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി CBR വാല്യൂനെ പറ്റി പറഞ്ഞു. CBR വാല്യൂ കറസ്പോണ്ടിങ് ടു ആവറേജ് ഓഫ് 3 ടെസ്റ്റ് പെർ കിലോമീറ്റർ ഷുഡ് ബി കൺസിഡേർഡ് ഫോർ ഫർദർ ഡിസൈൻ. കാര്യം നമ്മൾ ഈ സബ്ഗ്രേഡിന് മുകളിലുള്ള തിക്നെസ്സുകൾ, മുകളിൽ ഇപ്പൊ സബ് ബേസ് വരും, ബേസ് വരും, സർഫസ് കോഴ്സ് വരും. ഇതിന്റെ ഒക്കെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ സബ്ഗ്രേഡ് സോയിലിന്റെ CBR. സബ്ഗ്രേഡ് സോയിലിന്റെ CBR കൂടുതലാണെങ്കിൽ കുറച്ച് തിക്നെസ് മതി, CBR വാല്യൂ കുറവാണെങ്കിൽ കൂടുതൽ തിക്നെസ് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ CBR വാല്യൂന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെർ കിലോമീറ്ററിൽ നമ്മൾ 3 ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ ആവറേജ് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ലാസ്റ്റ് തിങ് ഇസ് സബ്ഗ്രേഡ് ഷുഡ് ഹാവ് എ മിനിമം ഓഫ് 5% CBR. ഒരു 5% ഉണ്ടെങ്കിൽ മാത്രമേ ഒരു 450 CVPD ഉള്ള റോഡിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് CVPD? കേട്ടിട്ടുണ്ടോ? CVPD ഇത് ട്രാൻസ്പോർട്ടേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ലായിരിക്കും. CVPD എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ റോഡിൽ കൂടെ അടുത്ത 10 വർഷം എത്ര വണ്ടി പോകുമെന്ന് അറിയണം. ഓക്കെ, പക്ഷേ നമ്മൾ ആ വണ്ടിയുടെ എണ്ണം എടുക്കുമ്പോൾ ഒരു സ്കൂട്ടറോ ബൈക്കോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല.
3 ടണ്ണിന് മുകളിൽ ആക്സിലോടുള്ള വണ്ടികളെ മാത്രമേ എടുക്കത്തുള്ളൂ. മനസ്സിലായോ? റോഡ് പണിയുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് സബ്ഗ്രേഡ് CBR, 2 അവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അടുത്ത 10 വർഷം ആ റോഡിൽ കൂടെ എത്ര വണ്ടി പോകും നമ്മൾ നോക്കും. ഓക്കെ, ആ വണ്ടികളുടെ എണ്ണം എടുക്കുമ്പോൾ വി ആക്ച്വലി ഇഗ്നോർ ദ പ്രസൻസ് ഓഫ് 2-വീലേഴ്സ്. എന്തുകൊണ്ടായിരിക്കും? വൈ ഐ എം ഇഗ്നോറിംഗ് 2-വീലേഴ്സ് ഇൻ ട്രാഫിക് കമ്പ്യൂട്ടേഷൻ? എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ പേര് നെഗ്ലിജിബിൾ. ഒരു സ്കൂട്ടറോ സൈക്കിളോ ബൈക്കോ പോയി കഴിഞ്ഞാൽ ഒരു റോഡിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഇൻസ്റ്റെഡ് വാട്ട് ഐ ഡു ഈസ് I only consider those vehicles which has an axle load of 3 ton or more. 3 ടണ്ണോ അതിന് മുകളിലുള്ള ആക്സിൽ ലോഡ് ഉള്ള വണ്ടികളെ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ പിക്കപ്പ് വാൻ തൊട്ട് മുകളിലോട്ട്, മേ ബി കാർ പോലും നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഒരു ലോഡഡ് ആയിട്ടുള്ള പിക്കപ്പ് വാൻ തൊട്ട് മുകളിലോട്ടുള്ള വണ്ടികളെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. അങ്ങനെ 3 ടണ്ണിന് മുകളിൽ ആക്സിൽ ലോഡുള്ള വണ്ടികൾക്ക് പറയുന്ന പേരാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാഫിക് സാധാരണ എപ്പോഴും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേയിലാണ് പറയുന്നത്. അപ്പോൾ ഒരു 450 കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പെർ ഡേയുടെ മുകളിലുള്ള റോഡാണെങ്കിൽ അവിടെ മിനിമം ഒരു 5 CBR വേണം, 5% CBR വേണം. ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ അലീന? Yes, sir. Okay. Note the things that we have to ensure while constructing subgrade are, we normally consider the top 50 centimeter as our subgrade, and then we should ensure that that particular soil is having 97% of your MDD. MDD means maximum dry density. And also, you should conduct at least 3 CBR tests per kilometer, and the average value of that CBR should be a minimum of 5%. For those roads which have a traffic of more than 450 CVPD. CVPD means commercial vehicle per day, which means vehicles which are having an axle load of more than 3 ton. Okay. Now let's come back to the question which I have asked in the beginning. What is going to happen if I have a CBR of less than 5%? Okay. Yes, sir. Okay. Now, as I have told earlier, if you have a CBR of less than 5, we should actually go for subgrade stabilization. അപ്പോൾ അതിന് different methods ഉണ്ട്. നോർമലി നമ്മൾ ഇന്ത്യൻ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷനെ പറ്റി ജോയൽ ആദ്യം പറഞ്ഞു. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ഇട്ടിട്ട് ഒരു ഡെൻസ് ലെയർ ക്രിയേറ്റ് ചെയ്യുക, അതിനെ കോമ്പാക്ട് ചെയ്യുന്നതാണ് നമ്മൾ മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ. നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേം ഉണ്ട്, പുതുതായിട്ട് ഞാൻ പറയുന്ന ഒരു ടേം ഉണ്ട്, റോത്ത്ഫുഷ് മെത്തേഡ്. നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, റോത്ത്ഫുഷ് മെത്തേഡ്. ഇതെന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മൾ സാധാരണ മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷനിൽ സോയിലിന്റെ കൂട്ടത്തിൽ നമ്മൾ അഗ്രിഗേറ്റിനെ മിക്സ് ചെയ്യും. സോയിൽ പ്ലസ് അഗ്രിഗേറ്റ് ആണ്, റൈറ്റ്? ഇതിന്റെ എത്ര പ്രൊപ്പോർഷൻ വേണം എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? ഹൗ ഷുഡ് വി നോ ഹൗ മച്ച് പ്രൊപ്പോർഷൻ ഓഫ് സോയിൽ ആൻഡ് ഹൗ മച്ച് പ്രൊപ്പോർഷൻ ഓഫ് അഗ്രിഗേറ്റ് ഐ റിക്വയർ? അതെങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? എങ്ങനെ തീരുമാനിക്കുന്നത്? Anyone? ഗ്രഡേഷൻ ചെയ്താ? ഗ്രഡേഷൻ ചെയ്തിട്ട് ഡെൻസ് ഗ്രഡേഷൻ കിട്ടുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നിലവിൽ ഇപ്പൊ കറന്റ് നമ്മൾ സാധാരണ നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മുൻകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡാണ് ട്രയാങ്കുലേഷൻ അല്ലെങ്കിൽ ഈ റോത്ത്ഫുഷ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ സാധനം. സോയിൽ 40%, അഗ്രിഗേറ്റ് 60%, അങ്ങനെ എത്ര പ്രൊപ്പോർഷൻ വേണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ റോത്ത്ഫുഷ് മെത്തേഡ്. ഇത് പണ്ട് കാലത്ത് ഒരു മെയിൻ സംഭവമായിരുന്നു, ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഒരു പഴയ ആളാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ റോത്ത്ഫുഷ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അത് ഈ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള സാധനമാണ്. അതിന്റെ പ്രൊസീജിയർ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ നോക്കുക, എന്താണ് റോത്ത്ഫുഷ് മെത്തേഡ് വെച്ചിട്ട് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്നുള്ളത് നോക്കുക. Anyway, keep in mind about the term Rothfusch method, which was previously used for finding the proportion. Okay. So that's mechanical stabilization. Second one is lime stabilization. Lime stabilization ഉണ്ട്, cement stabilization ഉണ്ട്. എന്തായിരിക്കും തമ്മിൽ വ്യത്യാസം? Of course, ഒരിടത്ത് ലൈം ആഡ് ചെയ്യുന്നു, ഒരിടത്ത് സിമെന്റ് ആഡ് ചെയ്യുന്നു. ഇത് തമ്മിൽ ഇത് എവിടെ ഇടണം എന്തെങ്കിലും തീരുമാനിക്കുന്നത്? ഇനി ഐഡിയ ജോയിൽ നേരത്തെ പറഞ്ഞു, ലൈം സ്റ്റെബിലൈസേഷൻ, സിമെന്റ് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജോയിലിൽ ഒരു റോഡുണ്ട്, ആ റോഡിൽ ലൈം വെച്ച് സ്റ്റെബിലൈസ് ചെയ്യണോ അതോ സിമെന്റ് വെച്ച് സ്റ്റെബിലൈസ് ചെയ്യണോ എങ്ങനെ ജോയിൽ തീരുമാനിക്കുന്നത്?
എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ, വാട്ടർ കണ്ടന്റ് വല്ലതും ആണോ? ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. അത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈമിന് ആക്ച്വലി കെമിക്കൽ കൈൻഡ് ഓഫ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പൊ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ക്ലേ സോയിലാണ്. നിങ്ങളുടെ ഇരിക്കുന്ന സോയിൽ വളരെ ക്ലേ നേച്ചർ അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലൈം സ്റ്റെബിലൈസേഷൻ. ബട്ട് ഇഫ് യു ഹാവ് എ സാൻഡി സോയിൽ വിത്ത് യു, നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സാൻഡ് എന്ന് വിചാരിക്കുക, ഒരു കടൽ തീരത്താണ് നിങ്ങൾ റോഡ് പണിയെന്ന് വിചാരിക്കുക, അവിടെ സാൻഡി സോയിൽ ആയിരിക്കും, അവിടെ ലൈമിന് വലിയ എഫക്ട് ഉണ്ടാവത്തില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ഫോർ സിമെന്റ് സ്റ്റെബിലൈസേഷൻ. മനസ്സിലായി? രണ്ടിലെ ലോജിക്ക് മോറോല സെയിം ആണ്. ഒരിടത്ത് ലൈം ആഡ് ചെയ്യുന്നു, ഒരിടത്ത് സിമെന്റ് ആഡ് ചെയ്യുന്നു. ബട്ട് ലൈം വിൽ വർക്ക് വെൽ വിത്ത് ക്ലേ സോയിൽ, വൈൽ സിമെന്റ് ഇസ് ഗോയിങ് ടു വർക്ക് വെൽ വിത്ത് യുവർ സാൻഡി സോയിൽ. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നുള്ള സാധനമാണ് ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ്. അതിൽ കേട്ടുണ്ടോ എവിടെയെങ്കിലും പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ് എന്നുള്ള സാധനം? ഇല്ലായിരിക്കും. ഞാനത് പടങ്ങൾ കാണിക്കാം, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അതിന് മുന്നേ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഇപ്പൊ ലൈം സിവിലൈസേഷൻ ആയാലും ശരി, സിമെന്റ് ആയാലും ശരി, ഇത് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യും? പറയാൻ എളുപ്പമാണ്, പക്ഷേ ഈ സെപ്പറേറ്റ് സോയിലൂടെ നമുക്ക് ഒരു തൂമ്പ എടുത്ത് കളച്ച് സിമെന്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഒരു റബ്ബറിന് വളം ഇടുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് കുറെ സിമെന്റ് ഇടാൻ പറ്റുമോ? അതോ ത്രൂ ഔട്ട് ഇത് മിക്സ് ചെയ്യണോ? ത്രൂ ഔട്ട് മിക്സ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് ഒരു സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് ആണ്. പക്ഷേ ആ സബ്ഗ്രേഡ് സോയിൽ ത്രൂ ഔട്ട് സിമെന്റ് എത്തിക്കണമെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. സോ വി റിക്വയർ ഹെവി എക്യുപ്മെന്റ്സ് വിച്ച് ക്യാൻ എൻഷുർ ദാറ്റ് യുവർ സിമെന്റ് ഓർ ലൈം വാട്ട് എവർ ഇസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ സബ്ഗ്രേഡ് സോയിൽ. അതൊരു ഹെക്ടിക് ടാസ്ക് ആണ്. അതാണ് ഈ സിമെന്റ് സ്റ്റെബിലൈസേഷനും അല്ലെങ്കിൽ ലൈം സ്റ്റെബിലൈസേഷനും പലപ്പോഴും പല പ്രൊജക്ടുകളിലും ഉപയോഗിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ഹെവി എക്യുപ്മെന്റ്സ്. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ ഒരു ചെറിയ വില്ലേജ് റോഡുകളിലൊക്കെ അത് ചെയ്യാന്നുള്ളത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി സബ്ഗ്രേഡ് സോയിൽ വേറെ ചെയ്യാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കോമ്പാക്ട് ചെയ്താൽ തന്നെ, വേറെ ഒന്നും ചെയ്യണ്ട, എക്സ്ട്രാ ആയിട്ട് ഒന്നും അഴിയണ്ട, നന്നായിട്ട് കോമ്പാക്ട് ചെയ്താൽ തന്നെ ഇത് നല്ല ഡെൻസിറ്റി കിട്ടും. നിങ്ങൾ ഈ പടത്തില് രണ്ടാമത് കാണുന്ന സാധനം അത് നിങ്ങൾ കണ്ടുണ്ടോ? ഈ സാധനം, ഈ കൈൻഡ് ഓഫ് റോളേഴ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനിപ്പം മാർക്ക് ചെയ്ത ആ സെക്കൻഡ് കൈൻഡ് ഓഫ് റോളർ കണ്ടിട്ടുണ്ടോ? ഉണ്ട് ഇല്ല. അതിന് പറയുന്ന പേരാണ് ഷീപ്പ് ഫൂട്ട് റോളേഴ്സ്. ഷീപ്പ് ഫൂട്ട് റോളേഴ്സ്. നിങ്ങൾ സാധാരണ കണ്ടിരിക്കുന്ന റോളർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റോളർ. നമ്മൾ ഈ അമ്മാവൻകൽ എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? അതാണ് നമ്മുടെ സ്റ്റാറ്റിക് റോളർ എന്ന് പറയുന്നത്. അതുകൂടാതെ വേറൊരു സാധനമുണ്ട്, വൈബ്രേറ്ററി റോളേഴ്സ്. സ്റ്റാറ്റിക് റോളർ ഉണ്ട്, വൈബ്രേറ്ററി റോളർ എന്ന് കേട്ടിട്ടുണ്ടോ? വൈബ്രേറ്ററി റോളർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ പുറകെ വരുന്ന സാധനം, ഈ ലാസ്റ്റ് വരുന്ന സാധനം വേറെ ഒന്നുമില്ല, അതും ഈ പറഞ്ഞ പോലത്തെ ഒരു സ്റ്റാറ്റിക് റോളർ തന്നെയാണ്. പക്ഷെ ഇടയ്ക്ക് അതിനകത്ത് വൈബ്രേഷൻസ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് വൈബ്രേറ്ററി റോളർ വെച്ചാൽ റോഡ് പണി നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല വൈബ്രേഷൻ ആയിരിക്കും. അപ്പൊ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. സാധാരണ സ്റ്റാറ്റിക്കിനേക്കാൾ ഇഫക്റ്റീവ് ആണ് വൈബ്രേറ്ററി. വേറൊരു സാധനമുണ്ട്, ന്യൂമാറ്റിക് റോളേഴ്സ്. അത് കേട്ടിട്ടുണ്ടോ? ന്യൂമാറ്റിക് റോളേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ എന്റെ പടം അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഹൈവേ ഒക്കെ പണിയുമ്പോഴല്ലോ, ഏറ്റവും ലാസ്റ്റ് ലെയർ നമ്മൾ നല്ല കട്ടിയുള്ള ടയർ വെച്ച് തന്നെ കോമ്പാക്ട് ചെയ്യും. അത് സ്റ്റീലോ അയണോ ഒന്നുമല്ല, ടയർ തന്നെയാണ്. ടയർ ഇട്ട് കോമ്പാക്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ന്യൂമാറ്റിക് റോളേഴ്സ്. ഇനി ഇതൊന്നും അല്ലാതെ വേറെ സാധനമാണ് ഈ പറഞ്ഞ ഷീപ്പ് ഫൂട്ട് റോളർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം ഒരു ഷീപ്പിന്റെ ഫൂട്ട് പോലെയാണ് ഇതിന്റെ സർഫസ് ആയിരിക്കും. ഇങ്ങനത്തെ കുറെ ഇങ്ങനെ ബൾജിങ്സ് ഉണ്ടാവും, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സാധനം ഉണ്ടാവും. അപ്പൊ ഇത് ട്രോൾ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇത് സ്ക്വീസ് ചെയ്യും, ഈ സോയിലിന് അകത്തോട്ട് അങ്ങ് ഇടിച്ച് തള്ളി കയറ്റും. മനസ്സിലായോ? അപ്പൊ എത്ര മോശം സോയിലാണെങ്കിലും നന്നായിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സാധനം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെയധികം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ബേസ് ലെയർ കൺസ്ട്രക്ഷനും ഈ പറഞ്ഞ ഷീപ്പ് ഫൂട്ട് റോളേഴ്സ്, ടേം മനസ്സിലാച്ചോളാം, ഷീപ്പ് ഫൂട്ട് റോളേഴ്സ്, അത് വെച്ച് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഡെൻസിറ്റി കിട്ടും. ഓക്കെ, ഈ പടം കണ്ടാൽ മനസ്സിലാവും. ഈ പടത്തിലാണെങ്കിലും പുറകിൽ ഷീപ്പ് ഫൂട്ട് റോളേഴ്സ് ആണ്. അപ്പൊ അത് പോകുമ്പോൾ നമ്മുടെ സോയിൽ കുറേ കൂടെ ഞെങ്ങി കയറുക. സോ ദ ഇഫക്റ്റീവ് കോമ്പാക്ഷൻ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഇസ് വെരി ഹൈ. സ്റ്റെബിലൈസേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാം, ഒരു കണ്ടമാണ്, ഒരു ക്ലേ സോയിലാണ്. ക്ലേ സോയിൽ കോമ്പാക്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഒട്ടും സ്റ്റിഫ്നെസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി ആഡ് ലൈം ആൻഡ് ദെൻ ട്രൈ ടു സ്റ്റെബിലൈസ് ഇറ്റ്. അപ്പോൾ അതിന്റെ ലൈമിന്റെ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ കാരണം വളരെ നല്ലൊരു ലെയർ അവിടെ കിട്ടും. ഇനി ഇത് നമ്മുടെ കോട്ടയത്തുള്ള റോഡാ, പറയാം ഇതേതാ റോഡെന്ന്. നമ്മുടെ കോട്ടയത്ത് തന്നെയുള്ള ഈരയിൽ കടവ് എന്ന് പറഞ്ഞ റോഡ് കേട്ടിട്ടുണ്ടോ? ഈരയിൽ കടവ് മൂലയുടെ റോഡ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കോട്ടയംകാര്
ഇരയിൽക്കടവ് മൂലേടം റോഡ് എന്ന് പറയുന്നത്? പുതിയൊരു ബൈപ്പാസ് റോഡാണ്. ആരെങ്കിലും കൊട്ടയങ്കാലുണ്ടോ ഈ കൊടുത്തി? കേട്ടിട്ടുണ്ട്, പക്ഷെ പോയിട്ടൊന്നുമില്ല. പോയിട്ടൊന്നുമില്ല. അത് ഒരു 2-3 വർഷം മുമ്പ് പണിത റോഡാണ്. അതും ഇതുപോലെ ഒരു കണ്ടത്തിൽ കൂടെ പണിത റോഡാണ്. ഒരു ടേം ഉണ്ട്, ചുമ്മാ ഞാൻ പറഞ്ഞതുള്ളൂ, ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ്. ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ്. ഓക്കെ, ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റും ഉണ്ട്, അപ്ഗ്രഡേഷൻ പ്രോജക്റ്റും ഉണ്ട്. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഒരു റോഡുണ്ട്, ആ റോഡിനെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതിയെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ അപ്ഗ്രഡേഷൻ പ്രോജക്റ്റ്. ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടം അല്ലെങ്കിൽ ഒന്നും റോഡേ ഇല്ല, അവിടെ ഫ്രഷ് ആയിട്ടൊരു റോഡ് പണിയണമെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ്. വ്യത്യാസം മനസ്സിലായോ? ഇഫ് യു ഹാവ് ആൻ എക്സിസ്റ്റിംഗ് റോഡ് and if you want to widen that or you have to do some kind of upgradation, it comes under upgradation project. And if you have a place where there is no road at all, you're going to construct a fresh road, that is known as a green field project. അപ്പം ഇവിടെ ആക്ച്വലി ഒരു ഗ്രീൻ ഫീൽഡ് പ്രൊജക്റ്റ് ആയിരുന്നു, ഒരു കണ്ടത്തിൽ കൂടെ റോഡ് പണിയണം. ഓക്കെ, അപ്പം ഈ കണ്ടത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലേ സോയിലാണ്. ഈ ക്ലേ സോയിലില് കൺസോളിഡേഷൻ സംഭവിക്കും. നിങ്ങൾ GT പഠിക്കുന്ന ടേംസ് ആണ് കോമ്പാക്ഷൻ ആൻഡ് കൺസോളിഡേഷൻ. അതിന്റെ വ്യത്യാസം അറിയാമോ? അത് ആ ടേം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? GT കോമ്പാക്ഷൻ കൺസോളിഡേഷൻ എന്ന ടേംസ് കേട്ടിട്ടുണ്ടോ? Have you heard about the terms compaction or consolidation? GT പഠിക്കേണ്ട സാധനമാണ്, ഒരു പക്ഷെ അത്രയും ആയി കാണത്തില്ലായിരിക്കും. കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോയിലിനകത്ത് എയർ ഉണ്ടാവും, ഈ എയറിനെ പുഷ് ചെയ്ത് അതിനെ കംപ്രഷൻ എന്ന് പറയുന്ന പേരാണ് കോമ്പാക്ഷൻ. സോയിൽ എയർ ഉണ്ട്, അതിനെ നമ്മൾ ഞെക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് കോമ്പാക്ഷൻ എന്ന് പറയും. അതേസമയം സോയിൽ വാട്ടർ ഉണ്ടാവും, ഈ വാട്ടറിനെ സ്ക്വീസ് ചെയ്ത് കളഞ്ഞ് സോയിലിനെ തിക്കാക്കുന്ന പറയുന്ന പേരാണ് കൺസോളിഡേഷൻ. അപ്പോൾ ഈ ക്ലേ സോയിലിനകത്ത് ബേസിക്കലി ഈ വാട്ടറിന്റെ പ്രസൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് കൺസോളിഡേഷനാണ്. ഈ വെള്ളത്തിനെ കളഞ്ഞ് അതിനെ സ്ക്വീസ് ചെയ്ത് അതിനെ കൺസോളിഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ക്ലേ സോയിലിന്റെ പ്രശ്നമുണ്ട്. ഈ കൺസോളിഡേഷൻ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും സംഭവിക്കില്ല, ചിലപ്പോൾ അതൊരു വർഷം വരെ എടുക്കും. അപ്പം റോഡ് പണിത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത് താഴാൻ തുടങ്ങും. നിങ്ങൾ കണ്ടത്തിൽ കൂടെ പണിതിട്ടുള്ള ഏത് റോഡ് എടുത്ത് നോക്കിയാലും അതൊരിക്കലും ഒരു ലെവൽ സർഫസ് ആയിരിക്കത്തില്ല. ഒരു സാധാരണ സ്ഥലത്തൂടെ പണിത റോഡും ഒരു കണ്ടം നികത്തി പണിത റോഡ് നോക്കിയാൽ അതിന്റെ സർഫസിന് ഒരു 100% ഫിനിഷ് കിട്ടത്തില്ല. കാരണം അവിടെ ഈ പറഞ്ഞ കൺസോളിഡേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി കൺസോളിഡേഷൻ സംഭവിക്കും. അപ്പം ഇത് നമ്മുടെ ഇരയിൽക്കടവ് റോഡ്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ കാണുന്ന മെഷീൻ കണ്ടോ, ഈ മെഷീൻ വെച്ചിട്ട് ഒരു 10 മീറ്റർ 20 മീറ്റർ താഴ്ചയിലേക്ക് ഒരു ചെറിയ പൈപ്പാണ്, ഇതിനകത്ത് തന്നെ കുഞ്ഞു 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 ഡ്രെയിൻസ് ഉണ്ട്, ഈ പൈപ്പുകളുള്ള ഇത് അങ്ങോട്ടിടും. ഓക്കെ, ഇതിട്ടിട്ട് പിന്നെ റോഡ് പണിയാൻ തുടങ്ങും. അപ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ വെള്ളം, നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യാൻ പോകുന്ന കൺസോളിഡേഷനാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിനെ പുറത്തോട്ട് കളയാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇതിൽ കൂടെ വെള്ളം വന്ന് ചാടും. ഇതിൽ കൂടെ വെള്ളം വന്ന് ചാടുമ്പോഴും ഇവിടെയും കൺസോളിഡേഷൻ സംഭവിക്കും. പക്ഷെ ദ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് കൺസോളിഡേഷൻ വിൽ ബി യൂണിഫോം കൺസോളിഡേഷൻ. അതായത് നമ്മുടെ റോഡ് താഴും, കണ്ടത്തിൽ കൂടെ റോഡ് പണിതാൽ എന്തായാലും റോഡ് താഴും. ദ അഡ്വാൻറ്റേജ് ഇസ് ദ റോഡ് വിൽ സെറ്റിൽ ഈവൻലി ത്രൂ ഔട്ട് ദ പേയ്മെന്റ്. അപ്പൊ യൂണിഫോം കൺസോളിഡേഷൻ ആണോ നല്ലത് അതോ നോൺ യൂണിഫോം കൺസോളിഡേഷൻ ആണോ നല്ലത്? ഏതായിരിക്കും? യൂണിഫോം. തീർച്ചയായിട്ടും യൂണിഫോം ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് യു ആർ ട്രൈങ് ടു കൺസ്ട്രക്ട് എ റോഡ് ത്രൂ എ ക്ലേ സോയിൽ or a paddy field, you will definitely have consolidation or you'll definitely have settlement. But what we can do is we can try to ensure that that settlement is uniform throughout. Uniform ആണ് പ്രശ്നം വരത്തില്ല. അപ്പൊ ഇതുപോലെ വെർട്ടിക്കൽ ഡ്രെയിൻസ് കൊടുത്തിട്ട് യൂണിഫോം കൺസോളിഡേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുകളിൽ വരുമല്ലോ, ഈ മുകളിൽ വരുന്ന ചെറിയ ചെറിയ ഡ്രെയിൻസിനകത്തോട്ട് താഴേന്ന് വന്ന വെള്ളം ചാടും. അപ്പൊ അത് ക്ലോഗ് ആയി പോവാതിരിക്കാനായിട്ട് അതിന് മുകളിൽ ഒരു അഗ്രിഗേറ്റ് ലെയർ കൊടുത്ത് ഒരു ചാക്കിട്ട് അവർ നിരത്തും. അപ്പൊ ഇതാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ സബ്ഗ്രേഡ് സിവിലൈസേഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് വലിയ വലിയ പ്രൊജക്റ്റുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് നോൺ യൂണിഫോം കൺസോളിഡേഷൻ. കൺസോളിഡേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. വി കൻ എൻഷുർ ദാറ്റ് ദ കൺസോളിഡേഷൻ ഇസ് യൂണിഫോം. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ സബ്ഗ്രേഡ് സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് സബ്ഗ്രേഡ് സോയിൽ ആണ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യു ഹാവ് ടു എൻഷുർ അബൌട്ട് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ഓൾസോ ദ CBR വാല്യൂ.
Suppose your CBR value is less than 5, you have to go for subgrade stabilization. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. മെക്കാനിക്കൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ അഗ്രിഗേറ്റ്സിനോട് ഇട്ടിട്ട് നന്നായിട്ട് കോമ്പാക്ട് ചെയ്യുക. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈം സ്റ്റെബിലൈസേഷൻ ഓർ സിമെന്റ് സ്റ്റെബിലൈസേഷൻ. അത് ക്ലേ സോയിൽ ആണെങ്കിൽ ലൈം കൊടുക്കുക, സാൻഡി സോയിൽ ആണെങ്കിൽ സിമെന്റ് കൊടുക്കുക. പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്ലേ സോയിൽ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻസ്. ബിക്കോസ് ഐ ടോൾഡ് യു ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി ടു മിക്സ് സോയിൽ വിത്ത് സിമെന്റ്. So in such cases, you can have another option like prefabricated vertical drains, which can ensure uniform settlement throughout. ഇതാണ് സബ്ഗ്രേഡ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സബ്ഗ്രേഡ് കൺസ്ട്രക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ GSP അല്ലെങ്കിൽ സബ് ബേസ് ലെയർ പണിയുമ്പോൾ കാര്യങ്ങൾ പറയും, പിന്നെ ബേസ് ലെയർ പറയുമ്പോൾ കാര്യം പറയും, ഏറ്റവും ലാസ്റ്റ് സർഫസ് കോഴ്സിന്റെ കാര്യങ്ങൾ പറയും. അതാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അശ്വിനെ മനസ്സിലായോ? അശ്വിൻ ജോസഫ്, മനസ്സിലായി സർ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വറീസ് ഉണ്ടോ? എനിവൺ? ആകർഷ് മോഹൻ, ആകർഷ് ഉണ്ടോ? ഡോണാലിസ ക്ലിയർ ആണോ? സബ്ഗ്രേഡ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സബ്ഗ്രേഡ് കൺസ്ട്രക്ഷൻ ക്ലിയർ ആണ് സർ. നാഥ മനസ്സിലായോ? നാഥ സുനിൽ ഉണ്ടോ? Okay, anyway, we'll stop with this. Tomorrow we'll discuss about sub-base and base layer construction. Thank you.